പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ സഹോദരൻ്റെ ഹൃദയത്തിലേക്ക് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നൽകാൻ ഉദ്ദേശിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ഞാൻ പറഞ്ഞു. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ രോഗമായാലും കഷ്ടപ്പാടായാലും കടമായാലും നിങ്ങൾ ഉടമ്പടിയിലാണ് നിലനിൽക്കുന്നിടത്തോളം കാലം ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ വിട്ടുപോകത്തില്ല. നിങ്ങളുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ മനസ്സിൽ വരുന്ന പോംവഴികളുമെല്ലാം ദൈവനിവേശിതമായിരിക്കും. ആ ദൈവനിവേശിതമായ പരിശുദ്ധാത്മാവിൻ്റെ അരുളപ്പാടോടുകൂടിയാണ് ദാവീദ് ഹൂഷായിയോട് പറയണത്, നീ വേഗം അബ്സലോമിൻ്റെ അടുത്ത് പോയിട്ട് എങ്ങനെയാണോ നിൻ്റെ അപ്പനെ ഞാൻ ശുശ്രൂഷിച്ചത് അതുപോലെ മകനായി ഞാനും നിന്നെ ശുശ്രൂഷിക്കുമെന്ന് അബ്സലോമിനോട് പറയുമ്പോൾ നിന്നെ അബ്സലോം നിൻ്റെ അവൻ്റെ കൂടെ നിർത്തും. എന്നിട്ട് നീ അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് രഹസ്യമായി വിവരം തരണം, നമ്മളൊരു ദിവസം കാണുമെന്ന് പറയും. അതാണ് സംഭവം. ആ ഒറ്റ തീരുമാനത്തിലാണ് ദാവീദ് തിരിച്ചു വരണത്. പക്ഷേ പിന്നീട് നടന്ന എല്ലാ കാര്യങ്ങളും ദാവീദ് ഈ ഹൂഷായി മുതൽ അറിഞ്ഞിട്ട് ദാവീദ് തന്നെ പോയി ദാവീദിൻ്റെ കൈവശം കുറച്ച് കഴിയുമ്പോൾ പട്ടാളക്കാർ വരാൻ തുടങ്ങും, പലതരത്തിലുള്ള പട്ടാളക്കാർ. പിന്നെ അബ്സലോമിനെ തുരത്തി അവിടെ താമസിച്ച് വീണ്ടും ദാവീദ് രാജാവാകുമ്പോഴേ ഈ ഹൂഷായി പ്രധാനമന്ത്രിയാവും. അതാണ് പ്രശ്നം. അപ്പോൾ എല്ലാവരും വിചാരിക്കണം നിങ്ങളെ പരാജയപ്പെട്ടിട്ടില്ല. ഇപ്പോഴുള്ള പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് പരാജയപ്പെടാതിരിക്കാം, പക്ഷേ ദൈവം നിങ്ങളെ പരാജയപ്പെടുത്തിയിട്ടില്ല, സുവിശേഷത്തിന് വിലങ്ങ് വെക്കപ്പെട്ടിട്ടില്ല. കൈ ഇടിച്ച് കിടന്ന ആ സുവിശേഷത്തിന് വേണ്ടിയാണ് ഞാൻ കഷ്ടത സഹിച്ചുകൊണ്ട് ഞാൻ ആ സുവിശേഷത്തിന് വേണ്ടിയാണ്, വിശ്വസ്തത്തിന് വേണ്ടിയാണ്, വിശ്വസ്തതയ്ക്ക് വേണ്ടിയാണ് ഞാൻ കഷ്ടത സഹിച്ചുകൊണ്ട് ഒരു കുറ്റവാളിയെ പോലെ വിലങ്ങുകൾക്ക് വരെ അധീനനാകുന്നത്. എന്നാൽ ദൈവവചനത്തിന് വിലങ്ങ് വെക്കപ്പെട്ടിട്ടില്ല. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഒരുമിച്ച് ശക്തി പാടുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, രണ്ടാമത്തെ ഒരു ഇൻസിഡൻ്റ് എന്ന് പറയണത്, നിങ്ങൾക്ക് എപ്പോഴും ഒരു വോൾട്ടേജ് നഷ്ടപ്പെടാതെ ഇറങ്ങിപ്പോകാതെ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾ ഉടമ്പടി ജീവിക്കുന്നുള്ള കാലം ചില സമയത്ത് ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് പളിച്ച വന്നാലും നമ്മൾക്ക് അവിശ്വസ്ത വന്നാലും ദൈവം 2 തിമോത്തി 2:13 ശ്രുതികട്ടെ. ഹല്ലേലൂയ. 2 തിമോത്തി 2:13 നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. ഈ തന്നെ തന്നെ നിഷേധിക്കാൻ സാധ്യമല്ലാത്ത കൊണ്ട് നീ ദൈവമായിട്ടുള്ള കണക്ഷൻസ് നീ തൽക്കാലത്തേക്ക് നഷ്ടപ്പെട്ടാലും ദൈവം തൻ്റെ കണക്ഷൻ നഷ്ടപ്പെടുത്തത്തില്ല, ഫീസ് വരത്തില്ല. നമ്മൾ ചിലപ്പോൾ ഫീസ് വരും. അതെപ്പോഴും അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഈ അവസാനം വിശന്ന് കുരഞ്ഞ് തല കറങ്ങി ഈ ഒലിവ് മല ഇറങ്ങി വരുന്ന ഒരു സാവൂളിനെ അല്ല ദാവീദിനെ വചനം പറയുന്നുണ്ട്. ഭയങ്കര രസമാണ്. ദാവീദ് ഇങ്ങനെ 10-12 ആൾക്കാരുമായിട്ട് ഇങ്ങനെ തകർന്ന് വരികയാണ്. ഹൂഷായിനെ പറഞ്ഞു വിട്ടതിന് ശേഷം പിന്നെ മുമ്പോട്ട് പോയിട്ട് ഒലിവ് മല ഇറങ്ങി വരുമ്പോൾ സീബ എന്ന് പറഞ്ഞൊരു വിശ്വസ്തം വരും. അതാണ് വിഷയം. നിന്നെ ടോട്ടലായിട്ട് നിന്റെ ദൈവം അബാൻഡൻ ചെയ്യത്തില്ല. ഞാൻ നിന്നെ ഒരു കാരണവശാലും തള്ളിക്കളയത്തില്ല. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഒലിവ് മല ഇറങ്ങി വരുമ്പോൾ കുറേ കഴുതപ്പുറത്ത്
അതായത് കുറേ കൊട്ടയും കൊണ്ടാണ് സീബ വരണത്. അപ്പോൾ ദാവീദ് സീബയോട് ചോദിക്കും, ക്ഷമമല്ലേ, എന്താണ് നിൻ്റെ അകത്ത്? അപ്പോൾ സീബ പറയും, നിനക്കും നിൻ്റെ സഹോദരങ്ങൾക്കും വിശക്കുന്നുണ്ട്, അന്ന് കർത്താവ് എന്നോട് പറഞ്ഞു, അത് കാരണം മുന്തിരി അടകളും വീഞ്ഞും കൊണ്ട് നിന്നെ സൽക്കരിക്കാൻ ഞാൻ വന്നതാണ്. നമ്മൾ എങ്ങനെ ആയാലും ദൈവം തൻ്റെ പരിപാലന വിശ്വസ്തയിൽ മാറി നിൽക്കത്തില്ല. എന്തെങ്കിലും ഒരു ചരട് നിനക്കിട്ട് തരും. ദൈവത്തിൻ്റെ കയ്യിൽ ഒത്തിരിയേറെ വാതിലുകളുണ്ട്. അതുകൊണ്ട് എപ്പോൾ എൻ്റെ സഹോദരങ്ങൾ, നിങ്ങൾ നിരാശപ്പെടാതിരിക്കാനാണ് കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയണത്. സീബ കുറേ അത്തിയട, നമുക്കറിയാമല്ലേ, വിശന്ന് ഞാൻ മലയാറ്റൂർ മല കയറിയപ്പോൾ ഞാൻ തളർന്ന് വല്ലാത്ത അവസ്ഥയിൽ ഒരു തലപ്പോച്ചിൽ പോലെ വന്ന്, അപ്പോൾ അവിടെ കന്യാസ്ത്രീ കൊണ്ടുവന്ന് ഞാൻ ഇരിക്കണ കണ്ട് എനിക്ക് കഞ്ഞി തന്നു. ഞാൻ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ ഓക്കെയായി. കാരണം ടൈം അതാണ് ശരിക്കും, ഒരു 1:30 മണിയായി. ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട് എവിടെ നിന്ന് ഇത്തിരി വെള്ളം കിട്ടുമെന്ന്. കാര്യം പെരുന്നാൾക്കാലത്തല്ല ഞാൻ പോയത്. അവിടെ മലമുകളിൽ ആൾക്കാരൊക്കെ ശുശ്രൂഷകരൊക്കെ ഉണ്ട്. പക്ഷേ ഇതുപോലെയാണ് സാവൂൾ ദാവീദിന് സംഭവിച്ചത്. ഇത് ദൈവത്തിൻ്റെ പരിപാലനയുടെ ഭാഗമാണ്. നീ ദൈവം നിന്നെ കൈവിട്ടെന്ന് സ്വപ്നത്തിൽ പോലും പറയരുത്. എന്താ കാര്യം? അതാണ് 13 പറയണത്, ഹെബ്രായ 13 പറയണത്. ഒരു കാരണവശാലും ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഹെബ്രായർ 13:5. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതാണ് സംഭവം. അതുകൊണ്ടാണ് സീബാനെ വിട്ടത്. ഇവരെല്ലാവരും പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് അത്തിയടകൾ 20 അത്തിയട, അതിൻ്റെ ഇരട്ടി മുന്തിരി അടകൾ, പിന്നെ അപ്പം, പിന്നെ 12 ജാറ് വീഞ്ഞ്, എല്ലാം കൊണ്ടാണ് വരണത്. ആ സിറ്റുവേഷൻ മനസ്സിലാക്കണം. സീബ ദൈവത്തിൻ്റെ പരിപാലന, അതായത് മനുഷ്യൻ കൈവിട്ടാലും, സ്വന്തം മക്കൾ അബ്സലോം ഉൾപ്പെടെയുള്ള മക്കൾ കൈവിട്ടാലും നിന്നെ സൃഷ്ടിച്ച ദൈവം നിന്നെ കൈവിടത്തില്ല. കൈ എടിച്ച് കർത്താൻ നട്ടുച്ചക്ക് പ്രാണം വരെ വരണ്ട് തലകറങ്ങുന്ന സമയത്ത് സീബ കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചിട്ടാണ് ദാവീദ് മനസ്സിൽ ആ സങ്കീർത്തനം കുറിച്ചിട്ടുള്ളത്. ശത്രുക്കൾ കാണുകയെ അവിടെ നിന്ന് എനിക്ക് വിരുന്നൊരുക്കിയിരിക്കുന്നു. കൈയിട്ടിച്ച് കിടത്താണ്. സങ്കീർത്തനം 5-ാം തിരുവചനം. സങ്കീർത്തനം 23:5. എന്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. അബ്സലോം ഉൾപ്പെടെ സ്വന്തം കുടുംബത്തിലുള്ളവരെല്ലാം ശത്രുക്കള്. സാവൂളിൻ്റെ കുടുംബക്കാര് ശത്രുവായത് കൊണ്ടാണ് ക്ഷേമായി വന്നു നിന്നെ കല്ലെറിഞ്ഞത്. ഇപ്പം സാവൂളും പഴയ രാജാവും അയാളുടെ കുടുംബക്കാരും സ്വന്തം മകനെ അബ്സലോവും ഇവനെ നാട് കടത്തുന്ന സമയത്ത് പോലും ആ ശത്രുക്കളെല്ലാം കാണുകെ അവിടുന്ന് എനിക്ക് വിരുന്നിരിക്കും. ഇതൊരു ഭയങ്കര ഹോപ്പാണ്. എല്ലാവരും നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞവരും നിന്നെ സന്ധിക്കുമെന്ന് പറഞ്ഞവരും നിനക്ക് പ്രത്യാശ നൽകിയവരും ഒരു നിമിഷം നിൻ്റെ ശത്രുവായി മാറിയാലും നിന്നെ കൈവിട്ടാലും നിന്റെ ജീവിക്കുന്ന ദൈവം, നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ദൈവം, നിനക്ക് വേണ്ടി ഉയർത്തുന്നേറ്റ ദൈവം, നിനക്ക് വേണ്ടി വീണ്ടും വരുമെന്ന് പറഞ്ഞ ദൈവം, എൻ്റെ ദൈവവേദനെ നിന്നെ കൈവിടത്തില്ല.
തീർന്നവനേ, എന്റെ സ്നേഹിതനാകും പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, എന്തുകൊണ്ട് ഈ ഉടമ്പടി കാലത്ത് പോലും ചില്ലറ ക്ലേശങ്ങൾ ദൈവം അനുവദിക്കുന്നു? നിനക്കറിയാവില്ല, ഉടമ്പടിയുടെ കാലം നിൻ്റെ ആത്മാവിൻ്റെ വസന്തകാലമാണ്. ഈ വസന്തകാലത്തും നമുക്കറിയാം മാവൊക്കെ പൂക്കണ ഒരു സമയമില്ലേ? പക്ഷെ മാവ് പൂത്ത് ഉണ്ണിയാകുന്ന സമയത്ത് പെട്ടെന്നൊരു മഞ്ഞ് വീഴ്ചയും മഴയും വന്നിട്ട് ഉണ്ണിയെല്ലാം അടന്നു പോകും. മാവ് പിന്നെ രണ്ടാമത് പൂത്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആദ്യത്തെ ഉണ്ണികൾ അടന്നു പോയാലും വസന്തത്തിലും മഴകൾ നിന്നെ ചതിച്ചാലും ദൈവം നിന്നെ ചതിക്കത്തില്ല. ശ്രുതികട്ടെ ഹല്ലേലൂയ. സമ്മാനമേ തിരുവത്താഴമേശയിലെ സമ്മാനമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ എന്തുകൊണ്ട് ഇതുപോലെ നമ്മൾ കൃപയുടെ കാലത്ത് പോലും വസന്തത്തിൻ്റെ ആത്മാവിൻ്റെ വസന്തകാലത്ത് പോലും മഴ പെയ്യുകയും ഉണ്ണികൾ അടന്നു പോവുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ദാവീദിൻ്റെ ഭവനത്തിലെ ഇത്രയും വലിയ ക്ലേശങ്ങളുടെ ഒരു കാലം വന്നത്? കാര്യം ഒരു കാര്യം എൻ്റെ മക്കൾ മനസ്സിലാക്കണം, ഉടമ്പടിക്കാലം കൃപയുടെ കാലമാണ്. കൃപയുടെ കാലത്ത് ഇത് നാളെ മാറിപ്പോവുകയും അതേസമയം തന്നെ നീ സീറോ ആകുകയൊക്കെ ചെയ്യും. കാര്യം ഇന്ന് നീ കാണിക്കുന്ന ദൈവസ്നേഹം, ഇന്ന് നീ ദൈവത്തോട് കാണിക്കുന്ന വിശ്വസ്തത, ഇന്ന് നീ കാണിക്കുന്ന സൽപ്രവൃത്തികൾ, ഇന്ന് നീ കാണിക്കുന്ന വിശ്വാസം നാളെ നീ ചിലപ്പോൾ നിൻ്റെ സാഹചര്യത്തിൽ നിനക്ക് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരും. അപ്പം അങ്ങനെ വരേണ്ട കാലത്ത് സ്വാഭാവികമായിട്ടും ഇന്ന് നമ്മൾ ആർജിക്കുന്ന ആത്മീയ ആസ്തികളായിരിക്കും നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ അടിത്തറ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മീയ ജീവിതത്തിൻ്റെ അടിത്തറ ആസ്തി എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് അവർ ഓൺ എക്സ്പീരിയൻസ്, നമ്മളുടെ അനുഭവങ്ങളാണ്. ദൈവം വ്യത്യസ്തങ്ങളായ പ്രതികൂല അനുഭവങ്ങൾ നൽകുന്നത് എന്തിനു വേണ്ടിയാണ്? സ്വന്തം അനുഭവത്തിലൂടെ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17:26-27. നടപടി പുസ്തകം 17:26-27. ഭൂമുഖം മുഴുവൻ വ്യാപിച്ചു വസിക്കാൻ വേണ്ടി അവിടുന്ന് ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു. അവർക്ക് വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു. വിഭിന്ന കാലം. അതെ, അടുത്തത്. ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും, ഇത് ഏറ്റു പറഞ്ഞ ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷേ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനൊരു കാലാവസ്ഥ ഭേദമുണ്ടായാൽ ഓർക്കേണ്ടത് ഇതാണ്, ദൈവം അനുഭവം തരാൻ പോകണമെന്നതിൻ്റെ അർത്ഥം. മക്കളെ മനസ്സിലായോ? എന്തെങ്കിലും ഒരു പ്രതികൂല കാലാവസ്ഥ ഉണ്ടായാൽ യു ക്യാൻ എക്സ്പെക്ട് ആൻ എക്സ്പീരിയൻസ്. എന്തെങ്കിലും പ്രതികൂലമായ ഒരു ജീവിതാവസ്ഥ നിനക്കുണ്ടായാൽ നിനക്കറിയാം ബ്ലെസ്സിങ്, അതായത് ഒരു അനുഗ്രഹം നിൻ്റെ മുമ്പിൽ ഉണ്ടെന്നർത്ഥം. ഇതൊരു പ്രത്യാശയ്ക്ക് വേണ്ടി ഞാൻ വേഗമായിട്ട് നിങ്ങളെ സൂചിപ്പിക്കുകയില്ല. ദിസ് ഈസ് ദ പ്രൊവിഡൻസ് ഓഫ് ഗോഡ്. ഇത് ദൈവപരിപാലനയുടെ ഒരു നേച്ചറാണ്. അതായത് എന്തെങ്കിലും ഇപ്പോൾ സന്ധ്യയിൽ കരച്ചിൽ വന്നാൽ ജീവിതകാലം മുഴുവൻ സന്ധ്യയും ജീവിതകാലം മുഴുവൻ കരച്ചിലുമായിരിക്കത്തില്ല. പ്രഭാതത്തിൽ സന്തോഷം ഉണ്ടാകുന്നു. കൈ ഇടിച്ച് കർത്താവിന്റെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഡയാന. ഞാൻ താമസിക്കുന്നത് നോർത്ത് പറവൂരാണ്. ജോലി സംബന്ധമായിട്ട് ഞങ്ങൾ സെറ്റിൽ ചെയ്തേക്കുന്നത് കുവൈറ്റിലാണ്. 2019 നവംബർ 3-ാം തീയതിയാണ് ഞാനിവിടെ കൃപാസനത്തിൽ വന്നിട്ട് ഉടമ്പടി എടുക്കുന്നത്. അതുവഴി എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഒന്നാമതായിട്ട് എൻ്റെ ഹസ്ബൻഡിന് കുവൈറ്റിൽ ബിസിനസ്സാണ്. എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡായിട്ട് ഒരുമിച്ച് പാർട്ട്ണർഷിപ്പിലാണ് അവർ ബിസിനസ് ചെയ്തിരുന്നത്.
2020 ഞങ്ങൾ ബിസിനസ് പാർട്ട്ണർഷിപ്പ് പിരിയുകയുണ്ടായി. അപ്പോൾ ചേച്ചിക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു തുക, ഒരു വലിയൊരു എമൗണ്ട് ആയിരുന്നു അവർക്കത് കൊടുക്കേണ്ടിയിരുന്നത്. അപ്പോൾ ആ സെറ്റിൽമെൻറ്റ് എങ്ങനെ കൊടുക്കുമെന്ന് പോലും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. ബിസിനസ് റണ്ണിങ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ചേച്ചിയുടെ അടുത്ത് സംസാരിക്കാൻ പോയപ്പോൾ ഉടമ്പടി കാശ് രൂപം കൊണ്ടാണ് സംസാരിക്കാൻ പോയത്. അവിടെ വെച്ച് ഹസ്ബൻഡ് പറഞ്ഞു 1 വർഷത്തിനുള്ളിൽ 4 തവണയായിട്ട് തന്ന് തീർക്കാമെന്ന്. ചേച്ചിയും ചേട്ടനും അത് എഗ്രി ചെയ്തു. ആദ്യത്തെ 1ഉം 2ഉം എളുപ്പത്തിൽ ചെയ്തു ഞങ്ങൾക്ക് കൊടുത്തു തീർക്കാൻ സാധിച്ചു. 3ാമത്തെ എമൗണ്ട് വളരെ ബുദ്ധിമുട്ട് ഞങ്ങൾ കൊടുത്തു. 4ാമത്തേത് 2021 ഡിസംബർ 10-നായിരുന്നു കൊടുക്കേണ്ടത്. പക്ഷേ ഞങ്ങൾക്കത് കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ലായിരുന്നു. കാരണം ബിസിനസ്സിലേക്ക് വരുന്നത് പൈസയെല്ലാം അതേപോലെ തിരിച്ചിറങ്ങുകയായിരുന്നു. അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടി. ജനുവരി ആയിട്ടും കൊടുക്കാൻ സാധിച്ചില്ല. അപ്പോഴാണ് കുവൈറ്റിൽ കൊറോണ കാലത്ത് വർക്ക് ചെയ്ത നഴ്സുമാർക്ക് കൊറോണ മണി കൊടുക്കാൻ തുടങ്ങിയത്. അങ്ങനെ കൊറോണ മണി കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് ഫെബ്രുവരി ആയപ്പോഴേക്കും വീണ്ടും ഒരുപാട് ഫണ്ട് വരാൻ തുടങ്ങി. അങ്ങനെ മാതാവിൻ്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് ഫെബ്രുവരിയിൽ ആ ഫണ്ട് ചേച്ചിക്ക് മുഴുവൻ സെറ്റിൽ ചെയ്യാൻ സാധിച്ചു. അത് മാതാവിൻ്റെ വലിയൊരു കൃപയാണ്. ഞാൻ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചിരുന്ന കാര്യമാണ്. ഏകദേശം 11 കോടി രൂപയോളമാണ് ഞങ്ങൾ ചേച്ചിക്ക് കൊടുത്തു തീർത്തത്. ഇതിന് നടക്കാണ്ട് തടസ്സം വന്ന സമയത്ത് ഞാൻ എല്ലാ ദിവസവും സാക്ഷ്യം കാണുകയും സാക്ഷ്യം വാട്സപ്പ് വഴി എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ പരിചയക്കാർക്കും ഷെയർ ചെയ്ത് കൂടുതലായിട്ട് തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. 2ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് കഴിഞ്ഞ ഓഗസ്റ്റിൽ ബാർത്തോലിൻ സിസ്റ്റ് വന്നായിരുന്നു. ബാർത്തോലിൻ സിസ്റ്റ് അത് വളരെയധികം പെയിൻഫുള്ളായിരുന്നു. പക്ഷേ അത് ഡോക്ടർക്ക് ഫസ്റ്റ് ടൈം എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കുന്നില്ലായിരുന്നു. അത് ബ്ലഡിൽ ഇൻഫെക്ഷൻ കൂടിയിട്ട് എനിക്ക് ബ്രസ്റ്റിലും കഴുത്തിലും എല്ലാനും ഇതേമാതിരി ഗ്ലാൻഡ് വരാൻ തുടങ്ങി. അപ്പോൾ അവരാദ്യം എൻ്റെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾ നാട്ടിൽ പോയിട്ട് പെറ്റ് സ്കാൻ ചെയ്തോളാണ് പറഞ്ഞത്. പക്ഷേ എൻ്റെ പാസ്പോർട്ട് അണ്ടർ റിന്യൂവൽ ആയതിൻ്റെ പേരിൽ എനിക്ക് പോകാൻ സാധിച്ചില്ല. അപ്പോൾ നാട്ടിൽ തന്നെ ഉള്ളൊരു ഡോക്ടറുടെ അടുത്ത് കൺസൾട്ട് ചെയ്തു. അപ്പോഴും അവർ പറഞ്ഞത്, ഹോസ്റ്റലിലുള്ള ഡോക്ടറായിരുന്നു, അവർ കയറി വരാനാണ് പറഞ്ഞത്. പക്ഷേ പാസ്പോർട്ട് അണ്ടർ റിന്യൂവൽ ആയതിൻ്റെ പേരിൽ എനിക്ക് കയറി വരാൻ സാധിച്ചില്ല. ആ സമയത്ത് ഞാൻ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചിരുന്നു. ഉടമ്പടി തൈലം തൊട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം ആ ഡോക്ടർ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്യുക ബാർത്തോലിൻ സിസ്റ്റ്, ഇതാണോ നിങ്ങളുടെ പ്രോബ്ലം എന്ന് നോക്കാൻ പറഞ്ഞു, ആസ്റ്ററിലുള്ള ഡോക്ടർ. അപ്പോൾ ഞാൻ ആ ഡോക്ടറെ അടുത്ത് പറഞ്ഞു, ഡോക്ടർ ഇതാണ് എൻ്റെ പ്രോബ്ലം. അപ്പോൾ അവർ പറഞ്ഞു, ഇതൊരു ഗൈനക്കിന് മാനേജ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ, ഇത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല, നിങ്ങൾ വീണ്ടും ഗൈനക്കിൻ്റെ അടുത്ത് പോയിട്ട് ഇന്നതാണെന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ ആ ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു, നിങ്ങൾക്ക് ബാർത്തോലിൻ ഒന്നുമല്ല, വേറെ എന്തോ കാര്യമായിട്ടുള്ളതാണ്, എന്നാലും നിങ്ങളുടെ സംശയത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി നോക്കാം എന്ന് പറഞ്ഞു. അവരത് നോക്കിക്കഴിഞ്ഞപ്പോൾ അവരത് കൺഫേം ചെയ്തു ബാർത്തോലിൻ സിസ്റ്റാണെന്ന്. പിന്നീട് മാതാവിൻ്റെ ഉപ്പ് കിട്ടിയത് ചൂടുവെള്ളത്തിലിട്ട് അതിനകത്തിരുന്ന് അതങ്ങനെ തന്നെ എനിക്കത് കംപ്ലീറ്റ് ആയിട്ട് സുഖമാവുകയാണ് ചെയ്തത്. അതേപോലെ എൻ്റെ മോള് സാറായ്ക്ക് കഴിഞ്ഞ 2020 ഒക്ടോബറിൽ അവളുടെ വൈറ്റമിൻ D 2.5 കുറഞ്ഞായിരുന്നു. മോൾക്ക് അത് സംബന്ധിച്ച് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ആ സമയത്ത് ജപമാല നടക്കുന്ന സമയത്ത് ഞാൻ യോഗ ജപമാലയിൽ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് നവംബർ ആയപ്പോഴേക്കും അവളുടെ വൈറ്റമിൻ D ലെവൽ നോർമൽ ആവുകയാണ് ചെയ്തത്. അവൾക്ക് പിന്നീട് ഒരുപാട് അതിനകത്ത് അവൾക്ക് മരുന്ന് കഴിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. ഇടയ്ക്ക് അവൾക്ക് കാലുവേദന ഉണ്ടാവാറുണ്ട്. കാലുവേദന വരുമ്പോൾ അവൾ വീണ്ടും മാതാവിൻ്റെ തൈലം പുരട്ടി കഴിയുമ്പോഴേക്കും അവൾക്കത് മാറുകയാണ് ചെയ്യുന്നത്. അതേപോലെ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പോയതിന് ശേഷമാണ് കൊറോണ ആരംഭിക്കുന്നത്. ആ കൊറോണ കാലത്ത് ഒരുപാട് അനുഗ്രഹങ്ങളാണ് മാതാവ് വഴി ഞങ്ങൾക്ക് ലഭിച്ചത്. അതിനേക്കാൾ ഉപരി എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അതിനെയെല്ലാം തരണം ചെയ്യാനുള്ള ഒരു ആത്മധൈര്യം മാതാവ് തന്നു. എല്ലാ ദിവസവും ദിവ്യബലിയിൽ സംബന്ധിക്കുവാനും നല്ലൊരു കുമ്പസാരം നടത്തുവാനും പ്രാർത്ഥനയിലൂടെ എന്തിനേയും നേരിടാനുള്ള ഒരു കരുത്ത് ദൈവം തരുന്നുണ്ട്. അതെല്ലാം മാതാവിൻ്റെ കൃപയാണ്. അതിനെല്ലാത്തിനും ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറഞ്ഞുകൊള്ളുന്നു. എന്നും മാതാവിൻ്റെ സാക്ഷിയായിരിക്കുവാനായിട്ട് കൃപ നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.